ഇന്ന് രാവിലെ ചായക്ക് ചിരട്ടപ്പുട്ടും പഴം പുഴുങ്ങിയതും കട്ടൻ ചായയാണ് കേട്ടോ. അപ്പം ഇന്ന് ജോലിക്ക് പോകേണ്ട ദിവസമാണ്. പാലിന് അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ ജോലിക്ക് പോകാനായിട്ടുള്ള കറിയും കാര്യങ്ങളൊക്കെ ശരിയാക്കണം. അപ്പം ഇന്ന് കൂർക്ക മെഴുക്കുവരട്ടിയായിട്ട് ഉണ്ടാക്കണേ. കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് കൂർക്ക നന്നാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴെങ്കിലും നന്നാക്കുന്ന ഒരു വീഡിയോ ഇടാം. അപ്പം അതെല്ലാം കൂടുമ്പോൾ വലിയ ലോങ് വീഡിയോ കാരണം അത് ഇടണില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് കൂർക്ക കുക്കറിൽ വേവിച്ചു. അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നു. കൂർക്ക സാധാരണ വേവിക്കണ പോലെ മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നന്നായിട്ട് എടുക്കണം കേട്ടോ. കറിവേപ്പിലയും കൂട്ടി ചതയ്ക്കും. പിന്നെ മുളക് ചതച്ച മുളക് ഇട്ടുണ്ട് കേട്ടോ ഇന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കണേ. അപ്പം ചീഞ്ചട്ടിയിൽ കടുകിട്ട് പൊട്ടിച്ചു വേപ്പിലിട്ടു. അത് കഴിഞ്ഞ് ചതച്ച മുളകും ചതച്ച ഉള്ളിയും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഒരുവിധം മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചതച്ച മുളകിടും. അത് കാശ്മീരി മുളക് ചതച്ചതാണ് കേട്ടോ. പിന്നെ അതിന് മുളക് എരിവ് ഇല്ലാത്ത കാരണം ഞാൻ ഒരു സ്പൂൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരിയുടെ ചില്ലി പൗഡർ കൂടി ഇടുന്നുണ്ട്. അത് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ആണിത് കറി വെക്കുന്നത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കറി വെച്ച് ചോറ് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം ഇന്ന് ചാറുകറി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. ചാറുകറിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ആരും ചോറിനാൻ മോനും മക്കളൊന്നും ഇല്ലെന്ന്. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ചാറുകറി വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പണികളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ചാറുകറി വെക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പം മെഴുക്കുവരട്ടി ഉണ്ട്. കൂർക്ക മെഴുക്കുവരട്ടി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളിന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. പിന്നെ ചോറ് കൊണ്ടുപോകാനായിട്ട് മുളക് വറുത്തതുണ്ട്. അതുപോലെ തന്നെ പിണ്ടിയുടെ കറിയുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് പകർത്തി കൊണ്ടുപോവാണ് ഞാൻ. ഉച്ചയ്ക്ക് കുറച്ച് ചോറാണ് കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ തേങ്ങ ചമ്മന്തി എടുത്താൽ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കറിക്ക്. ചാറില്ലെങ്കിലും തേങ്ങ ചമ്മന്തി ഉണ്ട്. പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും മാളംപുളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ഉച്ചക്കലത്തെ ചോറൂണാണ് കേട്ടോ അത്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.